2024 ഡിസംബർ 31 അല്ലെ, ഇതുപോലെ ഡിസംബറിൽ ഒരു കുളിരുള്ള ഒരു രാത്രി നമ്മൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങളില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറക്കെ പറയോ ഉണ്ടെന്ന്? ഉണ്ട് അല്ലെ? കൈപൊക്കി. അതെ, ആന്റി കൈപൊക്കിയിട്ടുണ്ട്. സോ നമ്മള് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം അല്ലെ? എന്നിട്ട് ഇപ്പൊ എന്തായി? ജനുവരി മാസം എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷകളുടെ മാസമാണെന്ന് പറയും. ഡിസംബർ ശരിക്കും റിയാലിറ്റി ആണെന്ന് പറയും അല്ലെ? നമ്മൾ ചിലപ്പോ ഒത്തിരി പേരുണ്ട് ചിലപ്പോ ഓരോ തീരുമാനങ്ങൾ. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീക്കും അല്ലെ, ഹെൽത്ത് സ്ട്രിക്റ്റ് ഡയറ്റ് ആയിരിക്കും. ഷുഗർ എന്ന് പറഞ്ഞാൽ കട്ടായിരിക്കും, 7 അയലത്തേക്ക് പോകില്ല അല്ലെ, ഷുഗർ എടുക്കില്ല, പഞ്ചസാര ഇല്ല. പക്ഷെ പിന്നെ ഒരു ആഴ്ചയിൽ ഒരു 3, 4, 5, 6, 7 ദിവസം എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ വരുവാണെങ്കിൽ കുറച്ച് പുഡിങ്ങോ ഒരു കുടം പായസം അത് നിർബന്ധമാണ് ഷുഗർ കട്ടാണെങ്കിലും. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്ക്രീൻ ടൈം കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം, എപ്പോഴാ ഉറങ്ങുമ്പോൾ മാത്രം അല്ലേ. അങ്ങനെ ഒത്തിരി. പിന്നെ ഇപ്പൊ ഒരു യൂട്യൂബ് യുഗമാണല്ലോ, അപ്പൊ യൂട്യൂബിലൊക്കെ ഒരു ചാനലൊക്കെ ഉണ്ടാക്കണം അല്ലെ, അതിൽ നിന്ന് ഡോളറൊക്കെ സമ്പാദിച്ച് നാഷണൽ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകണം, എന്നിട്ട് അടിച്ചു പൊളിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ചവരുണ്ടോ ഇതിന്റെ ഇടയില്? കേൾക്കുന്നില്ല? ഒന്ന് എനർജറ്റിക് ആയിട്ട് പറഞ്ഞേ. കുറച്ചു പേരെങ്കിലും ഉണ്ടാവും അല്ലേ? ഉണ്ടോ? എനർജി പോരാ, ഒന്നും കൂടെ ഉറക്കെ പറയണം. ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? ഈ ഒരു എറണാകുളം ചിലപ്പോ പ്രാന്തപരിസരത്ത് നിന്ന് ചിലപ്പോ വണ്ടി അനങ്ങി ഉണ്ടാവില്ല അല്ലെ? കാരണം നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യാണ്, കുറെ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു മാജിക്കും അതൊക്കെ തന്നെയാണ്. കുറെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ നടക്കുന്നു, കുറെ നമ്മൾ കടന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. പിന്നെ ഈ ഒരു സമയവും കാലവും ഒരു കലണ്ടറും ഒക്കെ ഒരു സെറ്റ് ചെയ്ത കാരണം നമ്മളൊരു 1 by 1 ഇയർ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ ആയാലും 2025 തീരുമാനമായി. അപ്പൊ ഇനി അടിച്ച് പൊളിക്കാന്നുള്ളൊരു കുറച്ച് നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. റെഡിയാണോ? റെഡിയാണോ അടിച്ചു പൊളിക്കാൻ? ആണെങ്കിൽ നല്ലൊരു കയ്യടി തന്നെ. ഓക്കെ, അവിടെ ബാക്കിൽ നിൽക്കുന്ന സാറന്മാര് റെഡി ആണെങ്കിൽ ഒന്ന് ഉഷാറായിട്ടൊന്ന് കയ്യടി തന്നെ. നമ്മുടെ ആഘോഷരാവിനെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോ ഇന്ന് കേരളത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ളൊരു ക്ലബ്ബ്, അതും ഒരു ഫാമിലി ക്ലബ്ബ് എന്ന് എടുത്തു പറയണം. ചരിത്രത്തിന്റെ സ്പന്ദനവും ആധുനിക ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും ഒക്കെ ഒന്നിച്ച് മുടങ്ങുന്ന ഒരു നഗരമാണ് നമ്മുടെ കൊച്ചി. ഇപ്പൊ കൊച്ചിയിലെ വെണ്ണലയിലെ 1988 29 അംഗങ്ങളായി തുടങ്ങിയ ഒരു ക്ലബ്ബ് ഇന്ന് 1250 കുടുംബാംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അങ്ങനെ വളർന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ ക്ലബ്ബ്. ഏതാ? ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും. ഉറക്കെ കേൾക്കുന്നില്ല? എനിക്ക് കേൾക്കുന്നില്ല. നമ്മുടെ സെഞ്ചുറി ഫാമിലി ക്ലബ്ബ് അല്ലെ. എത്ര പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്ലബ്ബ് ഈ ഒരു സമൂഹത്തിന് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ കൊച്ചിയുടെ തന്നെ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നമ്മുടെ ഈ സെഞ്ചുറി ഫാമിലി ക്ലബ്ബ് കൊടുത്തിട്ടുള്ള ഒരു സംഭാവനകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സോഷ്യലായാലും കൾച്ചറലായാലും സ്പോർട്സ് ഇവൻസും അതുപോലെ തന്നെ ഒരു സൗഹൃദ കൂട്ടായ്മകളും സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഈ ഒരു സെഞ്ചുറി ഫാമിലി ക്ലബ്ബ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, എവിടെ പോയാലും അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എവിടെയാണ് ന്യൂ ഇയർ പ്രോഗ്രാം ചെയ്യണേന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു കേട്ടറിവ് മാത്രമാണ് അപ്പോൾ ഉള്ളത്, അധികം ഡീറ്റെയിൽസ് എനിക്ക് സെഞ്ചുറി ക്ലബിനെ പറ്റി അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സെഞ്ചുറി ക്ലബിലാണ്. സെഞ്ചുറി ക്ലബിലാണോ? അതെ, സെഞ്ചുറി ക്ലബിലാണ്. ഞാൻ വരെ പേടിച്ചു പോയി, കാരണം അവരുടെ ഒരു ആവേശം കണ്ടിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സെഞ്ചുറി ക്ലബിൻ്റെ മൂല്യമെന്ന് ഞാൻ ആ സമയത്താണ് ആ ഒരു റിയലൈസേഷൻ വന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ സെഞ്ചുറി ക്ലബിൻ്റെ പ്രൗഢി. ഈ ഒരു വെണ്ണലയിൽ കൊച്ചിയിൽ 37 വർഷമായിട്ട് ആ ഒരു യശസ് തല ഉയർത്തി പിടിച്ച് അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വേളയിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. സെഞ്ചുറി ഫാമിലി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ന്യൂ ഇയർ സെലിബ്രേഷൻ
ന്യൂ ഇയർ മെഗാ ഇവന്റിലാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഗ്യാദർഡ് ഹിയർ ടു സെലിബ്രേറ്റ് ദ ന്യൂ ഇയർ ഇവന്റ് ഓഫ് സെഞ്ചുറി ഫാമിലി ക്ലബ് വെണ്ണല കൊച്ചിൻ. ഒരു ചെറിയൊരു കൈയടി തരോ?
MV അജിത് കുമാർ സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധന്യമാക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, ബഹുമാന്യനും നമുക്ക് ഏറ്റവും പ്രിയങ്കരനുമായ പ്രസിഡന്റ് ഡോക്ടർ ദിനേശൻ, ഈ ചടങ്ങ് അവിസ്മരണീയമാക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ രമേഷ് പിഷാരടി, ക്ലബിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൊന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ KR ബെക്സൺ, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ അലക്സാണ്ടർ M. ഫിലിപ്പ്, ശ്രീ അബ്ദുൽ കരീം, ജോയിന്റ് സെക്രട്ടറി ശ്രീ മിഥുൻ ജോയ്, ട്രഷറർ ശ്രീ സെബാസ്റ്റ്യൻ ജോസഫ്, സീനിയർ മെമ്പർമാരായ ഈ കമ്മിറ്റിയെ നയിക്കുന്ന സഹായിക്കുന്ന സർവശ്രീ A. ജോസഫ്, സാംസൺ സർ, PJ മാത്യു, അതുപോലെ തന്നെ കൗൺസിൽ അംഗങ്ങൾ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ സോളമൻ, വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായ സർവശ്രീ സോജി T. ജോൺ, ബിജു, അതുപോലെ തന്നെ തോംസൺ CL, ജോസഫ് ആന്റണി, ബുഹാരി PI, ജെയിംസ് KR, ബാലസുബ്രഹ്മണ്യം RG, ഷിബു ജോസഫ്, ഹരിവർമ്മ KR, രാംദാസ്, അനീഷ് KA, ഈ ക്ലബിൻ്റെ എല്ലാമായ മെമ്പേഴ്സ്, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, മാനേജറടക്കമുള്ള നമ്മുടെ ഈ ക്ലബിലെ ജീവനക്കാർ, സുഹൃത്തുക്കളെ, 2025 എന്ന പുഷ്പത്തിൻ്റെ അവസാനത്തെ ഇതള് കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഈ സമയം. 2026 എന്ന പുതിയ പൂമൊട്ട് സുഗന്ധം പകരാനും നമുക്ക് ആവേശം പകരാനും നമുക്ക് പ്രതീക്ഷ നൽകാനും ഇവിടെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവൻ്റ്, ഈ ന്യൂ ഇയർ ആഘോഷം നമ്മുടെ ഭരണസമിതി ഏറ്റെടുത്ത ശേഷമുള്ള ഏറ്റവും വലിയൊരു ഇവൻ്റ് ആദ്യമായിട്ട് നടക്കുകയാണ്. അതിന് കുറച്ച് ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മോസ്റ്റ് വാണ്ടഡ് സെലിബ്രിറ്റി എന്ന് ഞാൻ വിശേഷിപ്പിക്കും. കാരണം ഇന്ന് നമുക്കറിയാം, സിനിമാ സംവിധായകനാണ് അദ്ദേഹം, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, വാഗ്മിയാണ്, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ വിശേഷിപ്പിക്കാം, ടെലിവിഷൻ പ്രസൻറ്ററാണ്. അദ്ദേഹത്തിന് അതിൻ്റേതായ ഏത് കാര്യത്തിലും വ്യക്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്, രാഷ്ട്രീയ കാര്യത്തിലാണെങ്കിൽ പോലും വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തുന്ന തൻ്റെ ഇടമുള്ള ഒരു, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിശേഷണങ്ങൾക്കും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പണ്ടൊക്കെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ശ്രീ രമേഷ് പിഷാരടി ഇന്ന് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക്, വേദികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഈ പ്രോഗ്രാമിനെ ക്ഷണിക്കാനായിട്ട് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ നമ്മുടെ സീനിയർ ആക്ടർ ശ്രീ ജനാർദ്ദൻ ചേട്ടൻ, അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം വഴിയാണ് ശ്രീ രമേഷ് പിഷാരടി വിളിച്ചത്. ആ സമയത്ത് അദ്ദേഹം വിദേശത്തായിരുന്നു, ജപ്പാനിലായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് അതിന് പറഞ്ഞോളാം, ഏതായാലും ജനാർദ്ദൻ പറഞ്ഞതല്ലേ, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനായിട്ട് സംസാരിച്ചു. ഞാനൊരു പർട്ടിക്കുലർ ഡേ ഓസ്ട്രേലിയയിലായിരുന്നു. അതിനുശേഷം ഇവിടെ ഇതുപോലെ തന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് കഴിയുമ്പോൾ ദുബായിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് വിളിച്ചാൽ കിട്ടുന്ന ആളല്ല, വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോയിക്കൊണ്ടിരുന്ന, രാജ്യാന്തര വേദികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, പറക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കണം. ഏതായാലും ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അതിനെ കോണ്ടാക്ട് ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി വരാമെന്ന് ഏറ്റു. അങ്ങനെ ഇന്ന് ഇവിടെ കൃത്യം സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ച്വാലിറ്റി, ശ്രീ ലാലേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെയൊക്കെ പഞ്ച്വാലിറ്റി ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് ഇവിടെ അദ്ദേഹം എത്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. അതൊക്കെയാണെങ്കിലും നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്പം എന്താ പറയുക, തമാശയും അതോടൊപ്പം നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുക ഒക്കെയാണ്. അത് കേരളത്തിൽ നമ്മൾ മാത്രമല്ല, കേരള സമൂഹം
കേരളത്തിലെ മലയാളി എവിടെയുണ്ട്, രാജ്യത്ത് എവിടെയുണ്ട്, അവരെല്ലാം പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൽ നിന്നും അതാണ്. അതോടൊപ്പം തന്നെ ഈ ഫലിതം മാത്രമല്ല, ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പണ്ടത്തെ കുഞ്ചൻ നമ്പ്യാരുടെ പോലെയൊക്കെ എന്തെങ്കിലും പറയാനുള്ളത് തമാശ രൂപേണ പറയും. കുഞ്ചൻ നമ്പ്യാരുടെ കാര്യം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് രാജധാനിയിൽ നിന്ന് അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് ഒരു പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിന് ധരിപ്പിക്കണമെന്നാണ് ഉണ്ടായത്. അപ്പോൾ അതിലൂടെ പശു കടന്നു പോയപ്പോൾ പശു അല്പം ലൂസ് മോഷനിലാണ് കടന്നു പോയത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, നിനക്കും ഈ രാജധാനിയിൽ നിന്നാണോ, സദസ്സിൽ നിന്നാണോ ഭക്ഷണം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലത്തെ കുറുക്കിക്കൊള്ളുന്ന, അത് വേണ്ട വിധത്തിൽ സംസാരിക്കുന്ന ആ രീതി, അതാണ് അദ്ദേഹത്തെ വേറിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ വളരെ മെമ്മറി. ഇന്ന് നമുക്കറിയാം പണ്ടത്തെ കഥകളും കാര്യങ്ങളുമൊക്കെ കൂർത്തിണക്കി പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വളരെ, അത് അദ്ദേഹത്തിനും ഞാൻ പിന്നെ അതുപോലെ ശ്രീ മുകേഷ് MLA ആണ് ഞാൻ കണ്ടിട്ട് പഴയ കാര്യങ്ങൾ കൂർത്തിണക്കി കഥ രൂപേണ എല്ലാം പറയുന്നു. അതിൽ സത്യങ്ങളുണ്ടാവും, അർത്ഥസത്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ബിഡായി ബംഗ്ലാവുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. എങ്കിലും അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വം. ഈ സെഞ്ചുറി ക്ലബിൻ്റെ പേരിലും കൗൺസിൽ അംഗങ്ങളുടെ പേരിലും പ്രോഗ്രാം കമ്മിറ്റിയുടെ പേരിലും ആത്മാർത്ഥമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് രമേശ് പിഷാരി സർ, ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസ് ചെയ്ത ഡോക്ടർ അജിത് കുമാർ, ഈ ക്ലബിൻ്റെ സീനിയർ മെമ്പേഴ്സും ഈ ക്ലബിൻ്റെ ചുക്കാൻ പിടിക്കുന്നതായ ജോസഫ് ഏട്ടൻ, സാംസൺ സാർ, മാത്യു സാർ, മറ്റെല്ലാ സീനിയേഴ്സും, അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും എൻ്റെ കൂടെ ഉള്ള എല്ലാ കൗൺസിൽ മെമ്പേഴ്സും, മൈ കൊളീഗ്സ്, അതിലുപരിയായിട്ട് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സെഞ്ചുറി മെമ്പേഴ്സിനും ഫാമിലിക്കും അതേപോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഗസ്റ്റിനും ഞാൻ ആദ്യം ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മളെല്ലാവരും പിഷാരടിയുടെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഐ കമ്മിറ്റഡ് ഐ വിൽ ടോക്ക് ഓൺലി ഫോർ 2 minutes. ഈ 1988 വളരെ ചുരുങ്ങിയ 48 മെമ്പേഴ്സിനെ വെച്ച് തുടങ്ങിയ ഈ ക്ലബ്ബ് ഇന്ന് 1250 പരം ഫാമിലി മെമ്പേഴ്സായി ഉയർന്നിരിക്കുകയാണ്. നമ്മളും ലോകമെമ്പാടും ഇന്ന് ന്യൂ ഇയർ ആഘോഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ സെഞ്ചുറി ക്ലബും ഇന്ന് ആ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ്. 2025 പകുതിയോടുകൂടി നമുക്ക് കുറച്ച് കഷ്ടകാലമൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം മാറി നമ്മൾ ഉയർത്തെഴുന്നേറ്റ് 2026 ഡെഫിനറ്റ്ലി വിൽ ബി ഗോയിങ് ഇൻ ടു ഹൈ. ഈ ക്ലബിൻ്റെ പ്രോസ്പെരിറ്റി അങ്ങോട്ട് എത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. അതിനുവേണ്ടി എല്ലാ മെമ്പേഴ്സും നമ്മളോട് സഹകരിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേറെ കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല. ഉദ്ഘാടന കർമ്മം മുഖ്യാതിഥി ശ്രീ രമേശ് പിഷാരടി ചേട്ടൻ നിർവഹിക്കുന്നു.
വ്യക്തികൾ, സദസ്സിലുള്ള സെഞ്ചുറി ക്ലബിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ക്ഷണിക്കപ്പെട്ട് എത്തിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. നേരത്തെ സ്വാഗത പ്രസംഗിക്കും പറഞ്ഞതുപോലെ ഓരോ ന്യൂ ഇയറുകളും പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെയും ഈ അവതാരക അതിനിടെ പറഞ്ഞു 23 വർഷമെന്ന്. ഞാൻ 27ാമത്തെ വർഷമാണ് ഈ പണിയുമായിട്ട് ഇറങ്ങിയിട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാ കൊല്ലവും ഒരു കോവിഡാനന്തരമാണ് സ്റ്റേജ് പരിപാടികളുടെ എണ്ണം കുറച്ചത്. അതിനു മുമ്പ് ഒരു കൊല്ലം ഒരു 200 മുതൽ 250 സ്റ്റേജൊക്കെ വെച്ച് എങ്ങനെ പോയാലും ഒരു 10,000-3000 സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കാലം കൊണ്ട്. പക്ഷേ ഈ 3000 സ്റ്റേജുകൾ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അത് ഓർമ്മ നിൽക്കുക ന്യൂ ഇയറിൻ്റെ സ്റ്റേജ് നമുക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ന്യൂ ഇയറിന് എവിടെയായിരുന്നു, അതിനു മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. ചില ഓണത്തിൻ്റെ സ്റ്റേജ് ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ബാക്കിയുള്ള ഉത്സവപ്പറമ്പ് പരിപാടികളൊന്നും അങ്ങനെ എണ്ണമില്ലാതെ പോകും. അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ വേദിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഓർക്കുന്ന വേദികളിലൊന്നാണ്. അങ്ങനെ എൻ്റെ ഈ ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കാവുന്ന ഒരു ന്യൂ ഇയർ പരിപാടിയായി അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ സമ്മേളനമായി മാറ്റത്തക്ക രീതിയിൽ ഈ പരിപാടിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിന് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു, ഹൃദയപൂർവ്വം. ഒരു 18 വർഷം മുമ്പെങ്കിലുമാണെന്ന് തോന്നുന്നു ഞാനും ടിനി ടോമും ജാഫർക്കൊക്കെ കൂടി ഇവിടെ തന്നെ ഒരു സ്റ്റേജ് പരിപാടിയായിട്ട് ഒരു ആഘോഷത്തിന് വന്നിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഓർമ്മ. കുറഞ്ഞത് 18 കൊല്ലം മുമ്പ്. അതിനുശേഷം ഇങ്ങനെ പലതവണ ഇവിടെയുള്ള പലരെയും അവിടെ നിന്നും കാണാറുമൊക്കെ ഉണ്ട്. അപ്പം അജിത്ത്, അദ്ദേഹമാണ് എന്നെ, ജനാർദ്ദനൻ ചേട്ടൻ ആദ്യം എന്നെ വിളിച്ചു, നടൻ. എന്നിട്ട് പറഞ്ഞു അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും, അയാൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സീനിയർ നടനാണ്. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനോട് വന്നതോടുകൂടി ഞാൻ അജിത്തുമായിട്ട് സംസാരിച്ചപ്പം അജിത്ത് വിളിക്കും എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം ഈ ആൻറ്റിബയോട്ടിക് ഗുളിക കഴിക്കുന്ന പോലെ കൃത്യമായ ഇടവേളകൾ നടിച്ചിട്ട് വെക്കും. പിന്നെ അടിക്കും, പിന്നെയും വെക്കും. അപ്പോൾ 2-3 ദിവസം ഇത് കണ്ടപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ തിരക്കിലാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മിസ്ഡ് കോൾ അടിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ക്ലബിന് തീ പിടിച്ചാൽ ഫയർഫോഴ്സിന് മിസ്ഡ് കോൾ അടിക്കുന്ന ആളാണ് ഈ പറഞ്ഞ ആളെന്നുള്ളത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞാൻ നാട്ടിൽ പരിപാടി ഇപ്പോൾ കുറവാണ്, വിദേശത്താണ് പരിപാടികൾ കൂടുതൽ. അങ്ങനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോഴൊക്കെ അവിടെ ഇവിടേക്ക് ആയിരുന്നു. അപ്പം ന്യൂ ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മെയിൻ ഡേറ്റ, ഓരോ 10 കിലോമീറ്റർ ചുറ്റളവിലും പരിപാടികൾ നടക്കുന്ന ദിവസമാണ് ന്യൂ ഇയറും ശിവരാത്രിയും ഒക്കെ. അന്ന് ശരിക്കും പല ഗാനമേള ട്രൂപ്പിലുമൊക്കെ നമ്മൾ ഗാനമേള കലാകാരന്മാരുടെ ഇടയിൽ പറയുക, പുള്ളുവം വരെ വയലിൻ വായിക്കാൻ പോകുന്ന ദിവസം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം വയലിനൊക്കെ അറിയാവുന്ന ഒരുത്തിനെ പിടിച്ചങ്ങ് ഇരുത്തും. കാരണം കിട്ടാനുണ്ടാവില്ല, എല്ലായിടത്തും നല്ല പരിപാടിയും തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അത്രയും തിരക്കുള്ള ദിവസമാണ് ന്യൂ ഇയറിൻ്റെ. അപ്പം ജനാർദ്ദനൻ ചേട്ടൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ അജിത്ത് ചേട്ടൻ്റെ വിളിയുണ്ട്. അപ്പോൾ അജിത്ത് ചേട്ടൻ പറഞ്ഞല്ലോ ഏറ്റവും ആപ്റ്റായിട്ടുള്ള നമ്മൾ. അപ്പോൾ ഞാൻ അത്ര വലിയില്ലല്ലോ, എന്നെ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കും പ്രതീക്ഷയുണ്ട് പൈസ കൂടുതൽ കിട്ടുന്ന പരിപാടി കിട്ടിയാലോ എന്ന്. അപ്പോൾ പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ന്യൂ ഇയർ ആണ്, മെയിൻ ഡേറ്റ് ആണ്, എനിക്ക് ഒരാഴ്ചത്തെ സമയം തരൂ, ഞാൻ എന്നിട്ട് തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് തിരുവനന്തപുരത്തൊരു ഷോ എൻക്വയറി ഉണ്ട്, ഒരാൾ വിളിച്ച് ചോദിച്ചു വെച്ചിട്ടുണ്ട്, വലിയ ഷോ വിളിച്ച് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അജിത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി എൻക്വയറി ഉണ്ട്, അതില്ലെങ്കിൽ ഞാൻ നോക്കാം, ഞാൻ പറ്റിയാൽ വരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി എന്താ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പുള്ളി പ്രാർത്ഥിച്ചു, ആ പരിപാടി ക്യാൻസലായി. അപ്പോൾ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടാൽ മതി, ഞാൻ വന്നോളാം, പ്രാർത്ഥിച്ചുള്ള പരിപാടി ഇല്ലാണ്ടാക്കരുത് എന്ന് അദ്ദേഹത്തിനോട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹവും എന്നെ പറ്റി പറഞ്ഞു മോസ്റ്റ് വാണ്ടഡ് എന്നുള്ള വാക്കൊക്കെ പറഞ്ഞു. ഒരു സെക്കൻഡ് ഞാൻ സ്വർണ്ണപ്പാളി കേസിലെ പ്രതിയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. അത്രയും വാണ്ടഡായിട്ട് ഡി മണി എന്നൊക്കെ പറയുന്ന ആളെ അന്വേഷിച്ച് പോകുന്ന പോലെയാണോ എന്നെ ഇത്രയും വാണ്ടഡായിട്ട് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു. അവതാരകൻ മേളിയിട്ട് നോക്കിയിട്ട് പറഞ്ഞൊരു നക്ഷത്രം കാണാനില്ല, അത് താഴത്തേക്ക് വന്നു എന്ന്. ഭാഗ്യം, താഴേന്ന് മേളിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അർത്ഥം മാറിപ്പോയേനെ. അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഫ്രീ ആയിട്ട് പലതും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ. അത് കഴിഞ്ഞ് അധ്യക്ഷൻ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ അജിത് കുമാർ എന്ന്. പുള്ളി ഡോക്ടർ അല്ലെന്നേ,
പുള്ളി ഡോക്ടറല്ല, പുള്ളി ഡോക്ടറാണെന്ന് പ്രഖ്യാപിക്കുന്നു, ഞാൻ മോസ്റ്റ് വാണ്ടഡ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ പലതരത്തിൽപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടക്കുകയാണ് ന്യൂ ഇയർ ആയിട്ട്. അപ്പം ഈ പ്രഖ്യാപിക്കുന്നതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. ഇത് സാധനം ഏതാന്ന് പറഞ്ഞാൽ മാത്രം മതി. നമുക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. ഇത്രയും പെട്ടെന്ന് ഈ സമയത്ത് തന്നെ ഇങ്ങനെ പിടിവിട്ടു പോകുന്ന സാധനം ഏതാ? ഒരു 12 മണിയാകുമ്പോൾ ഓക്കെ, 9 മണിക്ക് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടങ്ങളും പുരസ്കാരങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ കൊടുക്കുന്ന സാധനം ഏതാന്ന് മനസ്സിലാകുന്നില്ല. രണ്ടായാലും ഈ ഇങ്ങനെ ഇരിക്കുക, നമ്മളിങ്ങനെ ഒത്തുകൂടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ കോവിഡിൻ്റെ സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ മൊബൈൽ ഫോൺ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയും ഇപ്പം ഇങ്ങനെ ക്ലബ്ബുകളും എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങളിൽ നമ്മളാൽ കഴിയും വിധം ഇടപെടുന്നവരാണ്. അങ്ങനെ ഒരു ഇടപാട് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം ഈ ഫിസിക്കൽ സ്കൂളുകളുടെ ആവശ്യം ഇനി എന്താണ്? ഒരു ടീച്ചർക്ക് ഒരിടത്ത് നിന്നുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികളെ വേണമെങ്കിൽ പഠിപ്പിക്കാം, ഡിജിറ്റലായിട്ട് പഠിപ്പിക്കാം, ഓൺലൈനിൽ പഠിപ്പിക്കാം. എന്തിനാണ് ഇത്രയധികം ബസ്സുകൾ? എന്തിനാണ് എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നു? കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ടോ തുടങ്ങി കായുടെ കഴിവുകളെക്കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരിനമാണ്. ശ്രദ്ധയേറിയ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ്. തലച്ചോറ് നാക്കുമായിട്ടുള്ള കണക്ഷൻ വിടിയിച്ചു കൊണ്ടുള്ള ഒരിനമാണ്. 2-2.5 മിനിറ്റ് കൂടുതലൊന്നും വരികയില്ല. ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ നിങ്ങളുടെ കൈയടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് കായുടെ കഴിവുകളെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പൊക്കോളാം. കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈയടികൾ കൊണ്ട് കുളിക ഒരുപ്പിക്കാനായി കുടിപ്പിറ്റിന്ന് കുടുംബങ്ങൾക്ക് എൻ്റെ കൂപ്പിക്കൊള്ളാം. കൈകാണ് കാരങ്ങളിൽ കട്ടി കുട്ടികളുടെ ഇഷ്ടകളി ക്രിക്കറ്റിൽ 2 കളിക്കർ വാങ്ങുന്ന കോഴയിൽ ഒരുക്ക കാമ്പളി കുമ്പളി കനിക്കർ കപ്പൽ ദ്വീപിലെ കകാരന്മാരല്ലേ. അമേരിക്കയിൽ ഒരുക്ക ക്ലിന്റന്റെ കാമിക്ക് മോണിക്കൽ മിസ്കിൽ 2 ലോകത്തിന്റെ തരക്കത്തിൽ സ്കൂട്ടറിൽ സൈക്കിളിലും കായുണ്ട്. കരയിൽ കിടന്ന കല്ല് കട്ട കടൽ കാറ്റെല്ലാം കായല്ലേ. വീട്ടിൽ കൊള്ളാവുന്നതരം കാമാത്രമാണ്. കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തന്മാരെ കീഴ്പ്പെടുത്ത 4 കാര്യങ്ങളാണ് കാമം, ക്രോധം, കള്ള്, കാമിനി. 4 കായുണ്ട്. കാവളി കേമൻ കാളിദാസാണ്. കഥകൾ കേമൻ കഥകളി കെക്കനേമരെ കള്ളമാരി കേമന കായങ്ങളെ കൊച്ചുണ്ണി. ഇതൊരു കുരിശായി തോന്നിട്ട് കുരിശിക്കിട ക്രിസ്തുവിന്റെ മറ്റൊരു ക്രിസ്തു കൃഷ്ണൻ കനിയമറയും കാസ കുർബാന കബർ കല്ലറ കാശുരൂപ കൊന്ത കാശ് കുറഞ്ഞാലോ കടക്കടക്കരയിലെ കരഞ്ഞും കൊണ്ട് കുടിക്കും. കള്ളിക്കള്ളാണെങ്കിലും കല്ല് ബാധിക്കിൽ നിന്ന് കുടിച്ച കാര്യം പറയും. ഇനി ഞാൻ കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്നതിന്റെ കായലാണ്. കന്യാകുമാരിക്ക് കാസർഗോഡ് കണ്ട് കേരളം കൂനി കൂടി കുടികൊള്ളുന്നത്. കൂടാതെ കൂടുതലും കാക്കൊണ്ടുള്ള ജില്ലകളാണ് കേരളത്തിൽ കേൾപ്പിച്ചത്. കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിലെ കണ്ണ് കുടുംബ കേരളം കാണുവാനാണ്. കാറിൽ കാണുന്ന കൂട്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല. കരയ്ക്കും കടൽ മടയിൽ കേര വർഷങ്ങളുമായി കേരളം കുടികൊള്ളുന്നു. കേരളത്തിലെ കാടുകളിൽ കടുവ, കണ്ടി, കഴുത, കരവാങ്ങാറ്റ്, കട്ടണ, കാട്ടുപോത്ത്, കൂലി, കുരുക്കൻ, കീരി, കുരുക്കുത്തര, കോഴി, കുട്ടത്തെ, കോപ്പറ, കരികുരുങ്ങി എന്നീ കാട്ടുമൃഗങ്ങളുണ്ട്. ഇതൊരു കലയാണ് തോന്നുന്നത്. കലയിൽ കൂടുതലും കായാണ്. കൂത്തും, കൂടിയാട്ടം, കാവട്ടം, കുർത്തോട്ടം, കുത്തിയോട്ടം, കടുപള്ളി, കോലുകളി, കോലത്തുള്ള കുമ്മാട്ടി, കഥകളി. ആയോധന കലകൾ 3 കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാണാത്തതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കൈ, കാല്, കണ്ണ്, കാത്, കരള്, കവിള്, കഴുത്ത്, കഷ്ണം, കമ്പിയിൽ, കടം, കുമ്പ, കിണിക്കു, കുടവയർ, കൃഷ്ണമണി. കേരളത്തിലെ രാഷ്ട്രീയക്കാരെല്ലാം കലാകാരന്മാരാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കമാനം, കട്ടൗട്ട്, കള്ളപ്പണം, കയ്യാങ്കളി, കൈറ്റവരം, കൊല, കത്തുകുത്ത്, കൂട്ടിക്കുട്ടും, കോഴ, കൂട്ടുമരണി, കേരളയിൽ വരെത്തിരുന്നു കേരളത്തിലെ രാഷ്ട്രീയക്കാർ. എനിക്ക് ഇഷ്ടമുള്ള സിനിമാ താരങ്ങളെല്ലാം കലാകാരന്മാരാണ്. കണ്ണു കാണാത്ത കുരുടനെ കാണികളെ കരപ്പിക്കുക, കലാഭൂമണി, കാലാരംഭിക്കുന്ന കാട്ടിലെ മാനിൻ്റെ എന്ന കാഗാനമാണ് പഠിച്ചത്. കാര്യഗൗരവമില്ലാത്ത കുട്ടികളെ മറത്ത കരിമാറ്റി കുട്ടിനൊപ്പം കായികിട്ട് എന്നെ മറ്റൊരു കാഗാനമാണ് പഠിച്ചത്. ഉള്ളനെയും കുബേരയും കസരത്തന കമലഹാസനും കായുണ്ട്. നടുക്ക് കാലിൽ ശക്തിയായിരുന്ന കേരളത്തിലെ കൗമാരക്കാരെയും കോളേജ് മണമ്പനെയും പോലും ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ കനകത, കൽപ്പന, കാവേരി, കൊട്ടാരക്കര, കാവ്യമാധം, കൊഞ്ചം, കുഞ്ചാക്കം, ഗൗരവ, കെ പി സിറ, കൈതപ്പുറം, കൈജീസ്, തേറ്റിച്ചിട്ടുന്ന എല്ലാം കാകാരമാണ്. ഞാൻ കണ്ടു തീർത്ത മിക്ക സിനിമകളും ഏതൊക്കെയാണെന്ന് പറയാം. ഞാൻ കണ്ടു തീർത്ത മിക്ക സിനിമകളും സിനിമകളാണ്. അജിതറിനെ പോലെ സിനിമകളല്ല. ഞാൻ കണ്ടു തീർത്തിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം. കമലതനം, കന്മതം, കളിയട്ടം, കളിവീടി, കളിക്കളം, കളിഞ്ചേരി, കിഴക്കൻ, കമ്പോടം, കടൽ, കമ്മീഷ, കർമ്മ, കർണാടകം, കണ്ടിട്ട് കടവുത്ത, കള്ളക്കാത്തന, കള്ളകമ്പത്തിന്, കള്ളിച്ചെല്ലമ്മ, കണ്ടത് കിടന്ന്, കടിഞ്ഞു, കല്യാണം, കല്യാണം പറ്റുന്നു, കല്യാണം കച്ചേരി, കളമശ്ശേരി, കല്യാണം, കടത്തണമ്പടി, കണ്ണമ്പത്തച്ഛൻ, കള്ളിയങ്കാറ്റ്, നീരി, കനൽക്കാറ്റ്, കടൽക്കാറ്റ്, കടവ്, കല്ലുകണ്ടൊരു പെണ്ണ്, കന്യാമൈര്യ, കവിത, കണ്ടം പച്ചക്കോട്ട്, കാലത്ത് കിളികുടി, കക്കപ്പുതരം, കാതുര, കാണാമറയത്ത്, കാരുണ്യം, കാട്, കാലാപാനി, കാർണവ്, കാണാക്കനാവ്, കാഞ്ചനം, കാവടിയേട്ടം, കാട്ടുപുത്തൂർ, കാശ്മീരും, കാബൂളിവാല, കിരീടം, കിളിങ്ങും, കിളിക്കാമ്പട്ടി, കിഴക്കും പക്ഷി, കുറുപ്പിന്, കണക്കുസോൺ, കുലപതി, കൂലും, കൊക്കരക്കം കഴിഞ്ഞ്, കാന്താരം കഴിഞ്ഞ്, KGF കഴിഞ്ഞ്, കിങ് ഓഫ് കൊത്കയും കഴിഞ്ഞ് കണ്ണൂർ സ്ക്വാഡ് വരെ എത്തിയിരിക്കുന്നു. കായൽ ആരംഭിക്കുന്ന സിനിമ കൂടെ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ അതിമനോഹരമായ ഒരു 2026 നിങ്ങൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ കലാപരിപാടികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി വാക്കുകളാൽ പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി അജിത്തേട്ടനോടും ജനാർദ്ദൻ ചേട്ടനോടും ഈ സെഞ്ചുറി ക്ലബിൻ്റെ ഇപ്പോഴുള്ള എല്ലാ ഭാരവാഹികളോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്മകൾ നേരുന്നു. നിർത്തുന്നു. നന്ദി. 1 lakh rupees ആണ്. സോ ഫസ്റ്റ് പ്രൈസിന് ലോട്ടെടുക്കാൻ പോവാണ് ശ്രീ രമേശ് ചേട്ടൻ. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കൈകളിലൂടെ വരുന്ന ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രൈസ് 1 lakh rupees ആർക്കായിരിക്കും? ടോണി ജോർജ്. ലാസ്റ്റ് 11-026 നമ്പർ. മെമ്പർ തന്നെയാണ്.
ടിക്കറ്റ് വിറ്റത് മാനേജർ. 10% പോയി. ടോണി സാർ ഉണ്ട് ഇവിടെ. റുപ്പീസ് ടോണി സാറിന് വേണ്ടി നമ്മുടെ മാനേജർ സാർ ഏറ്റുവാങ്ങുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു ചേട്ടാ. നെക്സ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞോട്ടോ. ഇത് നമ്മുടെ ഓൾട്ടർ സാറാണ്. ഓൾട്ടർ 9895151843. സാറുണ്ടോ അവിടെ? ഓൾട്ടർ ഓൾട്ടർ സോയി സാറില്ല. അപ്പൊ ടിക്കറ്റ് വിറ്റത് മിഥുൻ ജോയ് സാറാണ്. അപ്പൊ മിഥുൻ ജോയ് സാറാണ് രമേശ് പിഷാരടി ചേട്ടയിൽ നിന്നും ആ ഒരു പ്രതീകാത്മകമായിട്ട് നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നത്. അപ്പൊ നമ്മുടെ സമ്മാനോട് എത്തിയിട്ടില്ല. അപ്പൊ അതിന് പകരം പൂച്ചെണ്ടാണ് സമ്മാനിച്ചിരിക്കുന്നത്. സോ നമ്മുടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ തമാശ ഇടുന്നത് ഇങ്ങനെ ഇരിക്കണം. ഗുഡ് ഈവനിങ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ ദിനേശ്, ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത ശ്രീ പിഷാരടി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടമായിരിക്കുന്ന ബഹുമാനരെ, ഞാൻ നന്ദി പറയുന്നതിന് മുമ്പായിട്ടൊരു 1-2 കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഈ പുതിയ കൗൺസിൽ ചാർജ് എടുത്തിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞു. ചാർജ് എടുത്ത് പിറ്റേ ആഴ്ചയിൽ തന്നെ നമ്മളൊരു ബ്ലഡ് ഡൊണേഷൻ IMA ആയിട്ട് ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടാണ് നമ്മളുടെ പരിപാടികൾ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. തുടർന്ന് നമ്മൾ ഓണം സെലിബ്രേഷൻ നടത്തി, അതിനുശേഷം ദീപാവലി സെലിബ്രേഷൻ നടത്തി, ഇന്നിപ്പോൾ നമ്മളുടെ ന്യൂ ഇയർ സെലിബ്രേഷനും. ഈ നടന്ന ഒരു പരിപാടികളും ഒട്ടും പിന്നോട്ട് പോകാതെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനെ അഭിനന്ദിക്കാനും കൂടി ആഗ്രഹിക്കുകയാണ്. ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ന് നമ്മളുടെ ഈ വേദി അധ്യക്ഷപദവും അലങ്കരിച്ച ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഡോക്ടർ ദിനേശിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ താരം നമ്മളെല്ലാവരെയും കുറച്ച് സമയം ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച നമ്മളുടെ ബഹുമാനപ്പെട്ട പിഷാരടിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇന്ന് വേദി പങ്കിട്ട എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനും, കൺവീനർമാർക്കും, ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ സെഞ്ച്വറി മെമ്പേഴ്സിനും, കുടുംബാംഗങ്ങൾക്കും, ഒപ്പം തന്നെ നമ്മളുടെ ഈ ക്ലബിനെ അല്ലെങ്കിൽ കൗൺസിലിനെ നിയന്ത്രിക്കുന്ന നമ്മളുടെ സീനിയേഴ്സായിട്ടുള്ള എല്ലാ സീനിയർ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അമോദിനി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലില് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള പ്രതിഭയാണ് ഇവിടെ നിൽക്കുന്നത്. കൊട്ടിക്കന്റെ കയ്യടി, ചില്ലറ അച്ചീവ്മെന്റ്സ് ഒന്നല്ല ഏറ്റുവാങ്ങി ഇവിടെ നിൽക്കുന്നത്. സോ പ്രൗഡ്. ഉണ്ണി KR സംവിധാനം ചെയ്യുകയും രാജേഷ് തില്ലങ്കേരി തിരക്കഥ എഴുതുകയും സാംലാൽ P തോമസ് സിനിമാറ്റോഗ്രാഫിയും ചെയ്ത എ പ്രഗ്നന്റ് വിഡോ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമാണ് ടിങ്കിൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് മികച്ച നടിക്കുള്ള ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ സെഞ്ച്വറി ക്ലബിന്റെ ഒത്തിരി നാളുകളായിട്ടുള്ള അംഗമാണോ ടിങ്കിള്? ഞാൻ ക്ലബിൻ്റെ അംഗമല്ല. ഇവിടെ കൂടിയ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സെഞ്ച്വറി ക്ലബിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറേ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന സെഞ്ച്വറി ക്ലബിൻ്റെ ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലനാട് TV-യിൽ ഞാൻ എൻ്റെ ഫിലിം ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചാനലിൽ ഞാൻ ആങ്കറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജയേഷ് സാറ് വഴിയാണ് ഞാനിങ്ങനെ ഇവിടെ ഈ ക്ലബിൻ്റെ വക ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഇവിടെ ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു 4 വർഷമായിട്ട് സിനിമ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ടിങ്ങും ഡയറക്ഷൻ, പ്രൊഡക്ഷൻ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ 2 സിനിമകളിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു. അപ്പോൾ അത് രണ്ടും ഒന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇപ്പോൾ ഒരു പടം ആണ് ഇപ്പോൾ പറഞ്ഞ എ പ്രഗ്നന്റ് വിഡോ.
പ്രഗ്നന്റ് വിഡോ ഫിലിം ഫെസ്റ്റിവലുകളിൽ സെലക്ട് ആയിക്കൊണ്ട് ഇപ്പോൾ കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വെച്ചിട്ടായിരുന്നു സിനിമയുടെ പ്രീമിയർ. അതുപോലെ ഇപ്പം രാജസ്ഥാൻ വെച്ച് നടന്ന അമോദിനി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് എനിക്ക് കിട്ടിയത്. 10-ലധികം പല കൺട്രീസിലുള്ള മൂവീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മലയാളത്തിൽ നിന്ന് സെലക്റ്റായ ഒരേ ഒരു സിനിമയായിരുന്നു. അതിലെ കഥയ്ക്കും തിരക്കഥയ്ക്കും അവാർഡ് ഉണ്ടായിരുന്നു. ഒപ്പം മികച്ച നടിക്കുള്ള അവാർഡുമാണ് കിട്ടിയത്. പിന്നെ പൊമ്പിളെ ഒരുമ എന്ന് പറഞ്ഞ മലയാളം സിനിമ, അതിലെ നായികയ്ക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച സ്വഭാവ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നത്. അതിൽ പ്രതിനായികയായിട്ടും ഞാൻ അഭിനയിച്ചിരുന്നു. അപ്പം പൂവച്ചൽ ഖാദർ ഫിലിം അവാർഡ് മികച്ച പ്രതിനായികയ്ക്കുള്ള അവാർഡ് കിട്ടിയിരുന്നു. പിന്നെ പല മൂവീസിലെ ചെറുതും ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹവും സപ്പോർട്ടും മുന്നോട്ടുണ്ടാവണം. ഈ ഒരു ക്ലബിൻ്റെ ഭാഗമാകാനും ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു നല്ല വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഹാപ്പി. ഈ ഒരു അംഗീകാരം കിട്ടിയെന്നുള്ളത് ഒരു വലിയൊരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നതുകൊണ്ടാണ് നമ്മളൊരു നല്ലൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം പ്ലീസ്.